ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ ഒന്നാമത്തെ ജൈന ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിതറാൾ അല്ലെങ്കിൽ സിർത്താണിപ്പള്ളിയിലെ മലൈക്കോവിലിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ്. ഇവിടുന്ന് ചെങ്കുത്തായ കയറ്റമാണ്. പക്ഷേ ഇപ്പോൾ കരിങ്കല്ലുകൾ കൊണ്ട് മനോഹരമായി ഇൻ്റർലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നടപ്പാതയാണ് മുന്നിൽ കാണുന്നത്. ഇരുവശത്തും കാണാൻ നല്ല ഭംഗിയുള്ള ഭൂപ്രദേശമാണ്. എൻ്റെ ഇടതുവശം മലയാണ്, വലതുവശം താഴ്വാരമാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. മനോഹരമായി കരിങ്കല്ല് തീർത്ത് വെച്ചിരിക്കുന്ന നടപ്പാത. ഇതാ എൻ്റെ മുമ്പിൽ പശ്ചിമഘട്ടത്തിലെ സഹ്യാദ്രി സാനുക്കളുടെ പശ്ചിമഘട്ടത്തിലെ താഴ്വാരമാണ് ഈ കാണുന്നത്. ഇന്ന് ആകാശം നല്ല തെളിമയോടെ നിൽക്കുന്നു. അതുകൊണ്ട് കാഴ്ചകൾ ഭംഗിയായി എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും വശ്യമനോഹരമായ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം കാണാൻ കഴിയും. അങ്ങ് അകലെ ഒരു ചെറിയ നദി ഒഴുകുന്നു. അതിൻ്റെ ഇരുവശത്ത് ഹരിതാപമായി കിടക്കുന്ന താഴ്വാരം. ഇവിടെ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും മനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുക. ഇവിടെ വെച്ച് രണ്ട് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു. അച്ഛനമ്മമാർ രണ്ടുപേരും പോലീസ് ഉദ്യോഗസ്ഥരാണ്. രണ്ട് കുട്ടികളെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പരിചയപ്പെട്ടവർ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. ഒരു വീഡിയോ ഒന്നുമില്ലാതെ. നല്ല ചൊടിയും ചുണയുള്ള കുട്ടികളാണ് രണ്ടുപേരും. അച്ഛനമ്മമാർ രണ്ടുപേരും പോലീസ് ഉദ്യോഗസ്ഥർ. ഇതാണ് കോവിലിലേക്ക് കയറിപ്പോകുന്ന നടപ്പാത. ഈ ആലിൻ്റെ ഇടതുവശത്തു കൂടി കയറിയാണ് മുകളിൽ പോകുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇദ്ദേഹത്തിൻ്റെ മക്കളാണ് ഈ രണ്ട് കുട്ടികളും. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് പല കാലഘട്ടങ്ങളിൽ പല രാജാക്കന്മാരുടെ കൈവശം വരുന്നതാണ്. ചേര പാണ്ഡ്യന്മാരുടെയും അത് കഴിഞ്ഞ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെയൊക്കെ അധീനതയിലായിരുന്നു. അത് കഴിഞ്ഞ് തിരുവിതാംകൂർ നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ വന്നു. ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത്. ഈ രണ്ട് മലയിടുക്കിൽ കൂടി താഴോട്ട് ഇറങ്ങിപ്പോകണം ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഞാൻ ഇറങ്ങി വന്ന പടിക്കെട്ടുകൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജൈനന്മാർ ഉണ്ടാക്കി വെച്ച ക്ഷേത്രം. പാറയിൽ തുറന്നുണ്ടാക്കിയിരിക്കുന്ന മണ്ഡപം. ഇവിടെ രണ്ട് ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ഒരു സമ്മിശ്ര ഭാവം ഇവിടെ കാണാൻ കഴിയും. ഇതായിരിക്കുന്നത് ജൈനനായിട്ടും ബുദ്ധനായിട്ടൊക്കെ ഇവിടെ ഓരോരുത്തർ ചരിത്രം പറയുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പാറയിൽ മനോഹരമായി കൊത്തി വെച്ചിരിക്കുന്ന ശില്പങ്ങൾ. ഇവിടുന്ന് നോക്കുമ്പോൾ താഴ്വാരത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ. എങ്ങു നോക്കിയാലും ഹരിതാപമായി കിടക്കുന്ന താഴ്വാരം. എവിടെ നോക്കിയാലും വശ്യമനോഹരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പശ്ചിമഘട്ടത്തിലെ താഴ്വാരം. ഇതാണ് കാഴ്ചകൾ. ഇത് ഞാൻ ഇറങ്ങി വന്ന പാറയുടെ സൈഡാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇത്. ഇത് നോക്കൂ. ഇത് ജൈനനാണോ ബുദ്ധനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജൈനൻ്റെയും ബുദ്ധൻ്റെയൊക്കെ ഒരു അംശം ഇതിൽ സമ്മിശ്രഭാവം ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിയും, ഈ ശില്പങ്ങളിൽ കാണാൻ കഴിയും. നമുക്കറിയാം തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധമതം ഉണ്ടായിരുന്ന ഒരു സമയത്താണ്. അതായത് 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗമായ കന്യാകുമാരിയിലെ സിർത്താണിപ്പള്ളി അഥവാ സിതറാൾ എന്ന ഈ പ്രദേശത്ത് അതിശക്തമായി ജൈനമതവും ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ ക്ഷേത്രം. ഇതിന് മലൈക്കോവിലെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ സംരക്ഷിച്ചു പോരുന്നത് കേന്ദ്ര പുരാവസ്തു വകുപ്പും തമിഴ്നാട് പുരാവസ്തു വകുപ്പും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ
മലൈക്കോവിലിനെ സംരക്ഷിക്കുന്നത്. ഇതാണ് ക്ഷേത്രം, പാറയിൽ തുറന്ന ക്ഷേത്രം. ഇവിടെ 2 ദ്വാരപാലകന്മാരെ ശില്പങ്ങൾ കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് യന്ത്രവൽകൃത സംസ്കാരം ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ തൻ്റെ വിരലുകൾ കൊണ്ട് വളരെ മനോഹരമായി ചെതുക്കി പാറയിലുണ്ടാക്കിയെടുത്ത ഒരു ക്ഷേത്ര സമുച്ചയമാണ്. ഇതാ ദ്വാരപാലകൻ നിൽക്കുന്നുണ്ട്. ആരോ രാവിലെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊണ്ടുവച്ച പൂജാ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു. പക്ഷേ ഈ ശ്രീകോവിലിനകത്ത് വിഗ്രഹങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ശില്പങ്ങൾക്കെല്ലാം ഒരു മങ്ങൽ സംഭവിച്ചിരിക്കുന്നു. ഇത് താഴെ കുളത്തിലേക്ക് വരുന്ന സ്ഥലം. ഇതാണ് കുളം. അന്ന് ജൈനന്മാർ ഇവിടെ അതിശക്തമായി ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കുളം ആയിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതി അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത കുളമായിരിക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മലയുടെ മുകളിൽ ആ ക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചയിൽ നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരം എത്ര മനോഹരമായിരിക്കുന്നത്. ക്യാമറ എങ്ങോട്ട് വെച്ച് പിടിച്ചാലും നല്ല കാഴ്ചയാണ്. നല്ല ദൃശ്യഭംഗിയുള്ള ഒരു സീനറി തന്നെ കാണാൻ കഴിയും. കണ്ടില്ലേ? ഇന്ന് തെളിഞ്ഞ ആകാശമായതുകൊണ്ട് ഈ ചിത്രത്തിന് വളരെ വ്യക്തതയുമുണ്ട്. ഞാൻ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് റിയൽമി C11 എന്ന ആൻഡ്രോയിഡ് ഫോണിലൂടെയാണ്. അങ്ങ് മലമുകളിലിരിക്കുന്നതാണ് ക്ഷേത്രം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാറയുടെ താഴെയാണ്. ഈ പാറയുടെ മുകളിൽ ഞാൻ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് പാറയുടെ മുകളിൽ വന്നുകൊണ്ട് ഞാൻ എടുക്കുന്ന ദൃശ്യമാണ്. നോക്കൂ, താഴ്വാരം എത്ര മനോഹരമായിരിക്കുന്നു. ഈ കാണുന്നതെല്ലാം പശ്ചിമ മലനിരകളാണ്. സഹ്യാദ്രി സാനുക്കളുടെ പശ്ചിമഘട്ടത്തിലെ മലകളും താഴ്വാരങ്ങളുമാണ്. ഞാൻ ഇറങ്ങി വന്നത് ആ സ്റ്റെപ്സിൽ കൂടിയാണ്. ഇതാണ് കുളം. ജൈനന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇന്നത് മലീനസമായി കിടക്കുക, പരാമരിക്കാൻ ആളില്ലാതെ. ഇത് മലയുടെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. നല്ല കാറ്റ്, അതിശക്തമായ കാറ്റും നല്ല വെയിലുമുണ്ട്. ചുറ്റോട് ചുറ്റും ഇങ്ങനെ ക്യാമറ വെച്ച് പിടിക്കുമ്പോൾ നല്ല ദൃശ്യം കിട്ടുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജൈനന്മാർ ബുദ്ധമത വിശ്വാസികളും കണ്ടെത്തിയ ഒരു പ്രകൃതിരമണീയമായ ഒരു ശാന്തമായ ഭൂപ്രദേശമാണിത്. അവരുടെ ധ്യാനത്തിനും പൂജാകർമ്മങ്ങൾക്ക് ഇതാണ് ഉത്തമമായ സ്ഥാനം എന്ന് തോന്നിയതുകൊണ്ടാവാം ഈ മല അവർ തിരഞ്ഞെടുത്തത്. ഇത് ദൂരത്തു നിന്നുള്ള കാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ. പറയാൻ വാക്കുകളില്ല, കാരണം അത്രയും മനോഹരമായൊരു ഭൂപ്രദേശത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. സഞ്ചാരികൾ വരുന്നുണ്ട്. ചിലർ പൂജയ്ക്കുള്ള സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്, ചിലർ വെറും കൈയുമായി വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് പാറയിൽ നിർമ്മിച്ചതാണെന്ന് കൂടി ഓർക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ക്ഷേത്ര സമുച്ചയം ഉണ്ടായിട്ടുള്ളത്.
ഇത് മലയുടെ ഒരു മുകളിൽ കയറി ചെല്ലാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെട്ടിയൊതുക്കിയ പടവുകൾ. അങ്ങകലെ മരത്തിൻ്റെ ഇടയിൽ കാണുന്നതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇവിടെ നിന്ന് എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും നല്ല മനോഹരമായ ദൃശ്യം. എത്ര എടുത്തിട്ട് എനിക്ക് മതിയാകുന്നില്ല. കണ്ടില്ലേ ആകാശത്തിൻ്റെ നിറവും ആ പ്രകൃതിയുടെ സൗന്ദര്യവും. അങ്ങ് വിദൂരതയിൽ കൂടെ ഒഴുകുന്നത് താമ്രപർണി നദിയുടെ ശാഖയാണ്. താമ്രപർണി നദിയുടെ ഇരുവശത്തും ഹരിതമായി കിടക്കുന്ന താഴ്വാരം. ഇതുപോലൊരു ക്ലൈമറ്റ് ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല. നല്ല മനോഹരമായ സ്ഥലം. ഇത് ഞാൻ ഇറങ്ങി വന്ന പടിക്കെട്ടിനിടയിലുള്ള ചെറിയൊരു ഗുഹ. ഈ പടിക്കെട്ട് വഴി കയറി പോയിട്ട് വേണം ക്ഷേത്രത്തിൽ പോകാൻ. ഞാൻ വന്നതും ഇതുവഴിയാണ്. ഇതാണ് ക്ഷേത്രം. ഇതിനകത്ത് പ്രതിഷ്ഠയൊന്നുമില്ല. അത് കാണിച്ചു തരാം. എത്ര മനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നാണ് ഓർക്കണം. 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനിടയിൽ മനുഷ്യൻ നിർമ്മിച്ച അതിമനോഹരമായ ഒരു സമുച്ചയമാണിത്. കണ്ടില്ലേ? എത്ര ഫോട്ടോ എടുത്താലും കൊതി തീരില്ല. അത്ര മനോഹരമാണ് ഈ സ്ഥലം. ഏത് ആംഗിളിൽ ക്യാമറ പിടിച്ചാലും ഒരു മനോഹര ഒരു ദൃശ്യം നമുക്ക് പകർത്താൻ കഴിയും. കണ്ടോ? മേൽക്കൂരകളില്ലാത്ത ഒരു സമുച്ചയമാണ് ഇത്. ക്ഷേത്രത്തിനകത്തുള്ള ദൃശ്യം. ആധുനിക ഋഷീശ്വരന്മാർ അവരുടെ വേദമന്ത്രങ്ങൾ ആലേഖനം ചെയ്തു വച്ചിരിക്കുക. 6-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ ബുദ്ധമത സന്യാസികളും ജൈനമത സന്യാസികളും ഇരുന്ന് ഏകാഗ്രമായി ധ്യാനിച്ചിരുന്ന ഒരു ഹാളാണ്. ഇതിനകത്ത് വണ്ണമുള്ളവർക്ക് കടക്കാൻ കഴിയില്ല. സ്ലിമ്മായ ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. മേൽക്കൂരകളില്ലാത്ത ഒരു സമുച്ചയം. ഇതിനകത്തിരുന്ന് ഏകാന്തമായി സന്യാസിമാർ ധ്യാനിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇന്ന് ആധുനിക ഋഷീശ്വരന്മാർ അവരുടെ മന്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുക. ചരിത്രത്തിൻ്റെ കുറിച്ചുള്ള അവരുടെ അവഗാഹം ഇത്രയേ ഉള്ളൂ. ഇതാണ് കയറി വരുന്ന വഴി. അപ്പോൾ എൻ്റെ വീഡിയോ പൂർണ്ണമാക്കാൻ സമയമായിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.